ഇജ്ജിങ്ങനെ ഉറക്കം തൂങ്ങിയിരുന്നോ? അവസാനം വല്ല പണിയും കിട്ടുമ്പോൾ അറബി അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല അറിഞ്ഞ് പിടിച്ച് പുറത്താക്കും. ഇപ്പൊക്കെ പഠിഞ്ഞില്ലേ ഏകദേശം? പഠിഞ്ഞു. എന്നാ ഇജ്ലിസ് കും പഠിഞ്ഞു. പിന്നെ ഫെൻ എന്ന് പറഞ്ഞ എന്താ? പങ്കല്ലേ? അതൊക്കെ എപ്പ പഠിച്ചിക്കണു? അപ്പൊ അത് പഠിഞ്ഞു. മുടുക്കൻ. ഇഞ്ഞും പഠിപ്പിച്ചുതരാം. പുതിയ വേർഡാണ്. സൂറ എന്ന് പറഞ്ഞാല് എന്താ അർത്ഥം? വേഗം. അപ്പൊ പാത്തുമ്മ എന്ന് പറഞ്ഞാൽ മെല്ലേന്നർത്ഥം? അപ്പൊ എന്നാ ഞാനൊരു ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കാം. ടെസ്റ്റ് ചെയ്യാണ്. ജീബു കലം. ജീബു കലം. ജീബു കലം. കിട്ടി. ഇപ്പൊ കൊണ്ടുവരാം. ഇന്നാ പിടിച്ചോ. എന്താ കലം? ഒണ്ടേക്ക ചവിടുന്ന് ഓയൊരു പെണ്ണെടുത്തോണ്ട്. അല്ല അളിയാ, ഈ മുണ്ടാപ്പൂച്ച കലടക്കുന്ന എങ്ങനെ പറയാ? മിണ്ടാബിസ കലം ഗസർ. എന്തിനാ അതൊക്കെ അറിയണത്? അല്ല, എവിടെയൊക്കെ പണിക്കെല്ലുമ്പോ പറയാലോ. ഇതൊരു കാര്യം ചെയ്തളാ. മുണ്ടാബിസ കലം ഗസർ എന്നാണ് പറഞ്ഞാ മതി. എങ്ങനെ? മുണ്ടാബിസ കലം ഗസർ. പക്ഷെ മുണ്ടാബിസ കലം ഗസർ. ജയിച്ചോടാ. ഇന്റെ കുട്ടി ടീച്ചറായടാ. ഞാൻ ഇപ്പൊ ആരാ? ടീച്ചറെ വാപ്പ വക്കീലിന്റെ അമ്മോസാക്ക. അല്ലാ, ടീച്ചർ മരിച്ചാ മതി. അല്ലാ, ഞാനിത്ര സന്തോഷത്തിലാണെങ്കിൽ ഒരു കാര്യം ഞാൻ മറന്നു. എന്റെ മമ്മാലത് വിളിച്ചില്ല. ഞാൻ ഏതായാലും ഓനെന്നെ വിളിച്ചിട്ടേ ഇപ്പൊ വരാ. അല്ലാ, നസിയെ, നസിയെ, എന്നെ അന്വേഷിക്കണ്ട, ഞാൻ പോവുകയാണ് ഇത്താൻ്റെ വീട്ടിലേക്ക്. ഇനിയും നിങ്ങളുടെ കൂടെ ഒന്നായി ജീവിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് മറന്നേക്കൂ. എന്താ? ഇതാ നസി. നസീമാനെ കൊണ്ടുപോകാനാണെങ്കിൽ അവള് നിന്റെ കൂടെ വരുന്നില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അല്ല, ഇന്നിപ്പോ എന്താ ഉറക്കൊന്നുമില്ലേ? കല്യാണക്കാരും ആലോചിച്ചിങ്ങനെ ഇരിക്കുക.
എന്റെ കുട്ടി ജയിച്ചു എന്നറിഞ്ഞപ്പോ ഒരുപാട് സന്തോഷിച്ചു. പക്ഷേങ്കി ഓളെ കല്യാണക്കാരെ ആലോചിക്കുമ്പോ ഒരു സമാധാനമില്ല. പന്തൽ നട ഇറക്കി വിടുമ്പോ കാതിലും കഴുത്തിലൊക്കെ എന്തെങ്കിലും വേണ്ടേ? ആലോചിച്ചിട്ട് മനസ്സിന് ഒരു സമാധാനമില്ല. ഇനിയിപ്പൊ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഒന്നും ഒരു കാര്യമല്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാക്കാം. അതേതായാലും വേണ്ട. ഇതിന്റെ മുമ്പത്തോലെ കെട്ടിച്ചപ്പോഴൊക്കെ ഇജന്നൽ എന്നെ സഹായിച്ച്. അതെന്നെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയും നല്ലൊരു മനസ്സുണ്ടായിട്ട് പടച്ചോൻ എന്തിനാ അന്നിങ്ങനെ പരീക്ഷിച്ചെന്ന്. ഒക്കെ വിധിയാ. ഏതായാലും എത്രയും പെട്ടെന്ന് കല്യാണം ഉറപ്പിക്കാൻ നോക്കുക. ഇതൊന്നും അവിടെ ഇവിടെ ഉണ്ട. കാരണേ ഇത് നാട്ടിലെത്തിച്ചണ്ടാണ്. അല്ല, നീ ഓന്റെ സാധനം കൂടി വന്നാ ഇതില് കൊള്ളതൊക്കെ പാടെ കൂടി ഇതില്. കൊള്ളൂല കൊള്ളൂല. അതൊക്കെ ഞാൻ കൊള്ളിച്ചോളാം. നിങ്ങളിത് കണ്ടോ? പുതിയ സാരിയാണേ. ഇന്റെ കൂട്ടി ഇതിന്റെ എടുത്തിട്ട് പന്തലാണ് നിന്നാലേ 4 ആള് കണ്ട ഓള നോക്കൂലേ? ഏതായാലും എന്റെ കുടിയിൽ ഇതിനു മുമ്പ് 4 കല്യാണം നടന്നു. എന്റെ മരുമക്കൾക്കൊന്നും കജ്ജ് കൊടുക്കാൻ എനിക്ക് യോഗം ഉണ്ടായിട്ടില്ല. ഇതിനേലും എന്റെ മരുവനൊന്ന് കജ്ജ് കൊടുത്ത് നീക്കാതൊന്ന് ചെല്ലണം മോനെ. എന്തേ? 11 മണിക്കാ ഫ്ലൈറ്റ്. 8 മണിക്ക് ഇവിടുന്ന് പുറപ്പെടണം. ഇതാ. ഹലോ ഹലോ, ഞാൻ നാട്ടിൽ നിന്ന് കോയാന്റെ അളിയാനാ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പ്രത്യേകിച്ച്? കോയന്റെ അടുത്ത് അടുത്തുണ്ടല്ലോ. കൊടുക്കണോ? വേണ്ട, ഇങ്ങോട്ട് ഒന്നും പറയണ്ട. കോയാന്റെ ആ പെണ്ണ് നമ്മളെ ചതിച്ചുക്കണു. അതുകൊണ്ട് ഒരു കാരണവശാലും കോയാനെ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞേക്കരുത്. എങ്ങനെയെങ്കിലും അവിടെ തടസ്സം നിർത്തണം. ആ പോക്കത്ര പന്തിയല്ലോ. എന്തോ ബിസിയില്ലാന്നാ തോന്നണത്. എന്തെങ്കിലും ആയിക്കോട്ടെ. എന്റെ കുട്ടിയുടെ കാര്യം ഓള് പെരീന്നടുത്ത് ആദ്യ തലേ പൂന്തിച്ചണെന്നുണ്ടെ കോളേജിലാണ് എത്തണം. ഓൾ അത്രക്കും സാധുവാണ്. അറിയണക്ക് മതി. കുട്ടിയുടെ പോരിശ പറയല്. ഒരുപാട് കാലമായില്ലേ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എന്തോ പ്രശ്നം ഉണ്ടെന്ന്. അല്ലെങ്കിൽ എന്റെ മമ്മാലിന്റെ അങ്ങനെ പറയില്ല. എന്താ കൊടുക്കാനുള്ളൊരു വല്ലവരും എന്നെ ഭീഷണിപ്പെടുത്തിയോ? ഭീഷണിപ്പെടുത്തേ? കൊല്ലേ? എന്തായാലും എന്താ, പോകല്ലേ ടീച്ചർ കുട്ടിയുടെ കല്യാണം നടത്താൻ. മമ്മാലി എന്തൊക്കെയാ ഈ പറയുന്നത്? എന്താ അത്രക്ക് സ്നേഹമുണ്ടോ? എന്നാ ഈ പോക്ക് മനസ്സിലാക്കി എന്നെ സഹായിക്കാൻ പറ്റുമോ? ആനക്കറിയോ, ആൺകുട്ടികളില്ലാത്ത എനിക്ക് അന്നെ കിട്ടിയ പിന്നെ അതിന്റെ ഒരു കുറവുണ്ടായിട്ടില്ല. എന്റെ കുട്ടിയെ ആനക്ക് എന്തെങ്കിലും പറ്റിയാന്നറിഞ്ഞ ഈ കോയാക്കത് സഹിക്കൂലടാ. അതുകൊണ്ട് കല്യാണത്തിനുള്ള പണ്ടവും പണമൊക്കെ ആ പെട്ടിയിലുണ്ട്. ആർക്കഴിച്ച കൊടുക്ക്. വേണ്ട, എനിക്കൊന്നും വേണ്ട. ഒന്നും
ആരൊക്കെ ഭീഷണിപ്പെടുത്തിയാലും എന്നെ വേദനിപ്പിക്കാം അനക്ക് കഴിയൂലെന്ന് എനിക്കറിയാം. കോയാക്കാക്ക് എന്തും താങ്ങാനുള്ള കഴിവുണ്ട് നടക്കറിയില്ലേ? അതുകൊണ്ട് പറ, എന്താണ് സംഭവിച്ചത്? പറ കൊമ്പാലിയെ, പറ. നിങ്ങളെ മോള് നമ്മളെ ചതിച്ചു. നിങ്ങളെ മോള് ഓള് ആരെ കൂടെ ഓടിപ്പോയി. നേരാണോ? നേരാണോ ചേച്ചി പറയുന്നത്? എന്താണ് കുട്ടി ജപ്പാനോട് ഇത് ചെയ്തല്ലോ? പാവം 10-28 കൊല്ലായി ഈ മരുഭൂമിയിൽ കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ അവസാനം ഈ മോളെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ സ്വസ്ഥായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർത്തില്ലേ? കോയാക്കൊരു വെള്ളം പോലും കുടിച്ചിട്ടില്ല. പ്ലെയിനിൽ നിന്ന് ബിരിയാണിയും കുബൂസും ഒക്കെ കിട്ടുന്ന പറഞ്ഞ് വലിയ പൊലിവിലായിരുന്നു. ഞാൻ എന്തേലും ഒന്ന് കൊടുക്കട്ടെ? കോയാക്ക, ഇതാ ഈ കഞ്ഞി ലേസം കുടിച്ചിട്ട് കിടന്നോളി. കോയാക്ക, കോയാക്ക്. Hmm.